To learn is difficult, but to unlearn and relearn is more difficult. ഇത്തരത്തിലൊരു റീലേണിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് എൻലൈറ്റ് മാർഗദർശിയിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 8-9 months ഡ്യൂറേഷന്റെ പ്രിലിംസ് കം മെയിൻസ് ബാച്ചിൽ എൻറോൾ ചെയ്തു, സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്തു, പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് എടുത്തു. പക്ഷെ അൾട്ടിമേറ്റ്ലി എക്സാമിന് പോയപ്പോൾ എന്തുകൊണ്ടോ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ PCM കോഴ്സ് എടുത്തിട്ട് ഒരു 2-3 വർഷമായി, അതല്ലെങ്കിൽ കുറേ കാലമായിട്ട് നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ പ്രിലിംസിൻ്റെ മെയിൻസിനും വേണ്ടി ഒരു ഗ്രാബ് ഒന്നും കിട്ടുന്നില്ല. പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ഫുൾ പ്രിപ്പറേഷൻ ഒരു ഫീലിംഗ് ഒന്നും കിട്ടുന്നില്ല. സോ നിങ്ങൾക്കൊരു സൊല്യൂഷനാണ് എൻലൈറ്റ് മാർഗദർശി. അപ്പം എന്താണ് മാർഗദർശി? ഇപ്പം ഈ ജൂലൈയിൽ ലോഞ്ച് ചെയ്തിട്ട് ഒരു 120 days പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സ്പെസിഫിക് ടോപ്പിക്സിൻ്റെ ഒരു കോംപ്രിഹെൻസീവ് കവറേജ് ആൻഡ് ഓരോ മേജർ ടോപ്പിക് ബ്ലോക്സ് കഴിയുമ്പോഴും പ്രിലിംസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസും മെയിൻസിൻ്റെ ആൻസർ റൈറ്റിങ്ങും ആൻഡ് എൻറ്റയർ സിലബസ് കവറേജിന് ശേഷം അടുത്ത എക്സാം വരെയുള്ള ഡ്യൂറേഷൻ്റെ ഇടയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ആൻഡ് പ്രിലിംസിന് ശേഷം ഒരു മെയിൻസ് ടെസ്റ്റ് സീരീസും. അതുമാത്രമല്ല, നമ്മളൊരു ലോങ് ജേർണിയാണ് ഈ പ്രിപ്പറേഷൻ അല്ലേ. അപ്പോൾ അവിടെ ഉറപ്പായിട്ട് നമുക്ക് ഡൗട്ട് തോന്നും വെദർ ഐ എം ദ റൈറ്റ് ട്രാക്ക് ഓർ നോട്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ട്രാക്ക് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മെൻറ്റർ ആവശ്യമുണ്ട്. സോ മാർഗദർശിയിൽ നമ്മളൊരു മെൻറ്ററെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം മാർക്കറ്റിൽ ധാരാളം നോട്ട്സ് അവൈലബിൾ ആണ് ഫോർ ബോത്ത് പ്രിലിംസ് ആൻഡ് മെയിൻസ്. പക്ഷേ ഇത് ബൾക്കിയാണ്. ഇവിടെയാണ് ഒരു സ്മാർട്ട് നോട്ട്സിൻ്റെ പ്രാധാന്യം. എൻലൈറ്റേഴ്സിൻ്റെ മാർഗദർശിയിലൂടെ നമ്മളൊരു സ്മാർട്ട് നോട്ട്സ് ഫോർ ബോത്ത് പ്രിലിംസ് ആൻഡ് മെയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 2027 അറ്റംപ്റ്റിൽ പ്രിലിംസിനും മെയിൻസിനും റെഡി ആയിട്ട് തന്നെ പോകണം. നമുക്ക് ഇനിയൊരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാനില്ല. സോ പ്ലീസ് മേക്ക് യൂസ് ഓഫ് മാർഗദർശി. Launching this July, we hope to see you all at Enlight IAS.